നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം. സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ധ്യാദീപം. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ഈ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിലെ വരിയാണിത്. ആവാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ ദുഃഖിക്കരുത് എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. നമുക്ക് പറ്റുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അത് ഭംഗിയായി ചെയ്യുക. ജീവിതം സുന്ദരമാകും. ലോകമെമ്പാടും ഇരുട്ടിൽ മൂടുന്ന വേളയിൽ ഈശ്വര കീർത്തനങ്ങൾ വെളിച്ചമായി പടരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് കടക്കാം. മാധവ ഭവതു തേ മംഗളം മധുമുരഹരതേ മംഗളം മാധവ ഭവതു തേ മംഗളം മധുമുരഹരതേ മംഗളം അരവിന്ദലോചന അഖവൃന്ദമോചന സുരവൃന്ദവന്ദിത മംഗളം സുരവൃന്ദവന്ദിത മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം നരവരനന്ദന നാഗാരികേതന മരതകമണിനീല മംഗളം നന്ദവരകുമാര നവനീതദധിചോര മന്ദരഗിരിധര മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം കുന്ദരതനാമര കൂജിതനൂപുര സുന്ദരവദനദേ മംഗളം കുന്ദരതനാമര കൂജിതനൂപുര സുന്ദരവദനദേ മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം വ്രജസുന്ദരി വിലോല വിബുധേന്ദ്ര പരിപാല വിജയഗോപാല ബാല മംഗളം വ്രജസുന്ദരി വിലോല വിബുധേന്ദ്ര പരിപാല വിജയഗോപാല ബാല മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം മധുമുരഹരതേ മംഗളം അരവിന്ദലോചന അഖവൃന്ദമോചന സുരവൃന്ദവന്ദിത മംഗളം സുരവൃന്ദവന്ദിത മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം മാധവ ഭവതു തേ മംഗളം.
രൗദ്രമൂർത്തികളെല്ലാം വേഗം പ്രസാദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെ ഉപാസിക്കുന്നവർ ഏറെയാണ്. കഴിഞ്ഞ കുറച്ച് ദിനങ്ങളിൽ ഭദ്രകാളി സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ നാം അടുത്തറിഞ്ഞു. അതിൻ്റെ അവസാന ഭാഗം കേൾക്കാം ഇന്നത്തെ കഥയമമയിൽ. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭദ്രകാളി ദേവിയുടെ നിരവധിയായിട്ടുള്ള കഥകളും അതിൻ്റെ തത്വാംശമൊക്കെ നമ്മൾ കേട്ടു. അമ്മയുടെ അവതാരങ്ങളെക്കുറിച്ച് കൂടി പറയാതെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിക്കില്ലല്ലോ. ദേവിക്ക് നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ ഓരോ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ദേവി ആ അവതാര ഉദ്ദേശങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഭഗവതിയുടെ അവതാരങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥയാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. ആ കഥാപാത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, കണ്ണകിയാണ്. ഇളങ്കോയുടെ ചിലപ്പതികാരത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ചിലപ്പതികാരത്തിലെ നായികയായിട്ടുള്ള ദേവിയുടെ അവതാരമായിട്ടുള്ള കണ്ണകി ദേവിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അമ്മയുടെ കഥ ആദ്യം പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തത്വവിചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ദേവി കണ്ണകി എന്ന പേരോടുകൂടിയാണ് മധുരയിൽ അവതരിക്കുന്നത്. ഈ കഥ മുഴുവൻ നടക്കുന്നത് മധുരയിലാണ്. പാണ്ഡ്യരാജാവിൻ്റെ രാജ്യമാണ് മധുര. അങ്ങനെ ഏറ്റവും സൗന്ദര്യവതിയായിട്ടുള്ള, മഹാപണ്ഡിതയായിട്ടുള്ള, ധർമ്മമല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാത്ത ഒരു ഏറ്റവും ഉത്തുംഗ ശൈലത്തിൽ നിൽക്കുന്ന ഒരു തരുണീ രത്നമായിരുന്നു കണ്ണകി. ആ കണ്ണകിയെ വിവാഹം കഴിക്കുന്നതോ വലിയ വ്യാപാരിയായിരുന്ന കോവലൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്. വ്യാപാരിയായ കോവലനും സമ്പന്നനാണ്. അവരുടെ ദാമ്പത്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഭാര്യാഭർത്തൃ ബന്ധം അതിൻ്റെ ഏറ്റവും നല്ല തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു പേർക്കും സാധിക്കുന്നു. ആ ജീവിതത്തിനിടയിലേക്കാണ് മാധവി എന്ന് പറയുന്ന ഒരു നൃത്തക്കാരി കോവലൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എപ്പോഴോ പരിചയപ്പെട്ട ആ കലാകാരിയുമായി കോവലൻ കൂടുതൽ അടുക്കുന്നു. പതിയെ കണ്ണകിയിൽ നിന്ന് കോവലൻ്റെ ശ്രദ്ധ മാറുന്നു. മുഴുവൻ സമയവും മാധവിയോടൊപ്പം ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. കണ്ണകിയെ ഉപേക്ഷിക്കുന്നു. മാധവിക്ക് വേണ്ടി തൻ്റെ സമ്പാദത്തിൻ്റെ മുഴുവൻ ഭാഗവും അദ്ദേഹം ചെലവാക്കി. എന്നിട്ടും അദ്ദേഹത്തിന് മാധവിയെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല. തൻ്റെ പണം മുഴുവൻ ഏതാണ്ട് തീരാറായി എന്ന് മനസ്സിലാക്കിയ കോവലൻ തിരിച്ചറിയുന്നു മാധവിക്ക് തന്നോട് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇല്ല. അങ്ങനെ തിരിച്ച് വീണ്ടും സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് കടത്തിൽ കയറിയ കോവലനാണ് കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ രണ്ട് കൈയും നീട്ടി തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്ന കണ്ണകിയെ നമുക്ക് കാണാൻ സാധിക്കും. അമ്മ ഭർത്താവിനോട് പറയുന്നു, ഒട്ടും തന്നെ വിഷമിക്കേണ്ട, നമുക്കെന്തോ ഒരു മോശം സമയമായിരുന്നു, ഇനി അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് വീണ്ടും നമ്മുടെ വ്യാപാരം പുനരാരംഭിക്കണം. അതിന് മുടക്കുമുതലിനായി ഞാൻ അങ്ങേക്ക് എൻ്റെ ചിലമ്പ് തരാം. ആ ചിലമ്പിൽ നിറയെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളാണ് നിറച്ചിട്ടുള്ളത്. അത് കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് ദേവി പറയുന്നു. തൻ്റെ ആഭരണങ്ങളിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ആഭരണം, ആ ചിലമ്പ്, ദേവി കോവലന് കൊടുത്തയക്കുന്നു. ഈ സമയത്താണ് മധുര രാജ്യത്തെ രാജാവായിട്ടുള്ള പാണ്ഡ്യൻ്റെ ഭാര്യ മഹാറാണിയുടെ ഒരു ചിലമ്പ് നഷ്ടമാവുന്നത്. അതൊരു തട്ടാനാണ് എടുത്ത് മോഷ്ടിക്കുന്നത്. അതേ തട്ടാൻ്റെ അടുത്തേക്കാണ് ഈ കോവലൻ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാനായി പോകുന്നത്. അദ്ദേഹത്തിനൊരു ബുദ്ധി തോന്നി, ഇത് റാണിയുടെ ചിലമ്പാണ് എന്ന് വരുത്തി തീർത്താൽ താൻ എല്ലാ കാലത്തും സുരക്ഷിതനായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ആ ചിലമ്പുമായി പാണ്ഡ്യൻ്റെ രാജധാനിയിലേക്ക് പോകുന്നു. കോവലൻ ദേവിയുടെ, ഈ മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന വാർത്ത മധുരാ നഗരം മുഴുവൻ പടരുന്നു. ദേവിയുടെ ചിലമ്പ് മോഷ്ടിച്ച കോവലനെ വധിക്കാനാണ് പാണ്ഡ്യൻ ഉത്തരവിട്ടത്. പടയാളികൾ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ആ രാജധാനിയിൽ വെച്ച് തന്നെ നടപ്പിലാക്കി. ഇതറിഞ്ഞു കണ്ണകി. തൻ്റെ ഭർത്താവിനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി. അത്യന്തം കോപാവേശത്തോടുകൂടി ആ ദേവി പാണ്ഡ്യൻ്റെ രാജധാനിയിലേക്ക് വന്നു. തൻ്റെ കയ്യിലുള്ള ആ ചിലമ്പ് വലിച്ചെറിഞ്ഞു. അതിൽ നിന്ന് ഏറ്റവും വിശേഷപ്പെട്ട രത്നങ്ങൾ പൊഴിഞ്ഞു എന്നാണ്. അപ്പോഴാണ് മഹാരാജാവിന് മനസ്സിലായത്, തൻ്റെ ഭാര്യയുടെ ചിലമ്പിൽ കേവലം മുത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇതോ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അത്യന്തം വില കൂടിയ രത്നങ്ങൾ, ഇത് റാണിയുടേതല്ല. കണ്ണകിയോട് താൻ തെറ്റ് ചെയ്തിരിക്കുന്നു. റാണി കണ്ണകിയോട് തെറ്റ് ചെയ്തിരിക്കുന്നു. അവർ രണ്ടുപേരും ദേവിയോട് മാപ്പപേക്ഷിച്ചു. പശ്ചാത്താപം കൊണ്ട് ആ സമയം തന്നെ അവരുടെ മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് മതിയാവാത്ത കണ്ണകി തൻ്റെ ക്രോധാവേശത്തിൽ സാക്ഷാൽ പരാശക്തിയായി ദേവിയുടെ ഉള്ളിലുള്ള ആ കാളീഭാവം പുറത്തേക്ക് വന്നു എന്നാണ്.
തൻ്റെ സ്തനങ്ങളിലൊന്ന് അമ്മ പറിച്ചെടുത്ത് അത് മധുരയ്ക്ക് നേരെ എറിഞ്ഞു. മധുര കത്തിച്ചാമ്പലാവാൻ തുടങ്ങി. മുഴുവൻ മധുരയും കത്തിത്തീർന്നാലേ എൻ്റെ കോപം ശമിക്കൂ എന്നമ്മ പറഞ്ഞു. ആ മധുര രാജ്യത്തെ പരദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയുടെ ഒരു അഭ്യർത്ഥന കൊണ്ടാണ് അമ്മ ആ ശിക്ഷ മതിയാക്കി അവിടെ നിന്ന് തെക്കുള്ള ദേശത്തേക്ക് യാത്ര തുടങ്ങുന്നത്. ആ ഭഗവതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും പല ആരാധനാ കേന്ദ്രങ്ങളിലെയും മൂലപ്രതിഷ്ഠയായി കുടികൊള്ളുന്നത്. ആ അമ്മയിലുള്ള കാളി ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പത്തിനിക്കടവുൾ എന്ന പേരിൽ തമിഴ്നാട്ടിലും കണ്ണകി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ എന്ന സങ്കല്പത്തിൽ കേരളത്തിലും നിരവധിയായിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ ഈ ഭഗവതിക്കുണ്ട്. അങ്ങനെ മധുരാ നഗരിയെ ചുട്ടരിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കണം? നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്രയെത്ര സ്ത്രീകളാണ് ഓരോ ദിവസവും പലതരത്തിലുള്ള അതിക്രമങ്ങൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും അവരനുഭവിക്കുന്നത്. ഓരോ സ്ത്രീയിലുമുള്ള കാളീഭാവത്തെ, ഓരോ സ്ത്രീയിലുമുള്ള ശക്തിയുടെ ആ പരമമായിട്ടുള്ള ചൈതന്യത്തെ നാം മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു മോശം കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കും? ഏതൊരു ദേവീഭക്തനും ആത്യന്തികമായിട്ടുണ്ടാവേണ്ട വിദ്യാഭ്യാസം ഒന്ന് മാത്രമാണ്. കാണുന്ന ഓരോ സ്ത്രീയിലുമുള്ളത് അവൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവി തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഓരോ സ്ത്രീക്കുള്ളിലും കാളിയുണ്ട്. ആ കാളിയെ തിരിച്ചറിയുന്നവന് മാത്രമേ യഥാർത്ഥത്തിലുള്ള ആദിപരാശക്തി ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ അമ്മയുടെ മഹത്വം ഓരോ സ്ത്രീയിലും കാണുന്ന ഒരുത്തനും ഏതസമയത്തും ഏത് സ്ത്രീയെ കണ്ടാലും മോശമായി ഒന്നും നോക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ നോക്കുന്നവൻ കാളിയുടെ ഭക്തനല്ല. അങ്ങനെ നോക്കുന്നവൻ്റെ തലയാണ് അമ്മയുടെ കയ്യിൽ ധരിച്ചിട്ടുള്ളത്. അമ്മയുടെ ആ തൃപ്പാദങ്ങളെ അഭയം പ്രാപിക്കുന്ന ഓരോരുത്തർക്കും അമ്മ സർവാഭിഷ്ടങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് കണ്ണകിയായി, കൊടുങ്ങല്ലൂരമ്മയായി, സാക്ഷാൽ ശ്രീ ഭദ്രകാളിയായി നമ്മുടെ നാട്ടിലും വിരാജിക്കുന്നു. ആ ഭഗവതിയെ സ്മരിച്ചുകൊണ്ട് അമ്മ ഏതൊരു മാതൃഭാവത്തിലുള്ള സ്ത്രീയിലും കാണുന്നത് ഞാൻ അങ്ങയെ തന്നെയാണ്, അങ്ങയുടെ അനുഗ്രഹം ആ അമ്മയിലൂടെ എനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. സ്വന്തം അമ്മയെ ദേവിയായിട്ട് തന്നെ കണ്ട് പരിചരിക്കാൻ വേണ്ടി ശീലിക്കുക. ഓരോ സ്ത്രീയിലും, അത് പത്നി ആയിക്കൊള്ളട്ടെ, സഹോദരി ആയിക്കൊള്ളട്ടെ, വഴിയിൽ കാണുന്നൊരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, ആര് തന്നെ ആയാലും അവരിലുള്ളത് എൻ്റെ കാളിയാണ് എന്ന ബോധ്യമുണ്ടാവുക. ഇതാണ് കണ്ണകിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കണ്ണകിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ആ ഭഗവതിയുടെ ക്രോധത്തിനിരയായിട്ടുള്ള മധുരാ നഗരിയെ സ്മരിച്ചുകൊണ്ട്, അമ്മയുടെ ഭർത്താവായിട്ടുള്ള കോവലനെ സ്മരിച്ചുകൊണ്ട്, ആ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം ഉൾക്കൊള്ളേണ്ട അറിവ് നമുക്ക് കിട്ടണേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വൃത്തിയായി ഒരുക്കിയ ഒരു സ്ഥലം, പൂവ്, ചന്ദനം, കർപ്പൂരം എന്നിവയുടെ ഗന്ധം, അനാവശ്യമായ ശബ്ദങ്ങളില്ല, നാമജപങ്ങൾ മാത്രം. ഒരവിശ്വാസിക്ക് പോലും ശാന്തത പകരാൻ ക്ഷേത്രങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച. മണ്ണാറശാലയിൽ പോയിടണം. ഒരു നാഗലോകത്തേക്കുള്ള യാത്ര പോലെ ഓരോ തീർത്ഥാടകനെയും ആത്മീയമായും ഭൗതികമായും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം നൽകുന്നത്. ചിലലിഞ്ഞിടണം ശ്രീനാഗരാജനു പൂജ വേണം, ഉള്ളാറിടാൻ പുള്ളോർ പാട്ടുവേ. നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് മണ്ണാറശാലക്കാവ്. ഇവിടുത്തെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയോർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു. നിലവറയ്ക്കുള്ളിലെ നാഗദൈവം കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാലയിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്ദ്രിയങ്ങളിലും
ആത്മബോധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. പൂജ തൊഴുതിടുവാൻ ചാഞ്ചല്യമില്ലാതെ തീടേണം. ആയില്യം പൂജ തൊഴുതിടുവാൻ. ഈ മരങ്ങളിൽ ഉരുമ്മി വരുന്ന ചെറുകാറ്റിനു പോലും ഒരു ദേവസംഗീതമുണ്ട്. ഈ ആത്മീയ ശ്രുതിയിൽ അലിഞ്ഞു ചേർന്ന് മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയായി. മണ്ണാറശാല നാഗങ്ങളെന്നുടെ ഇനി മോക്ഷവഴികളിലൂടെയുള്ള പ്രദക്ഷിണമാണ്. മണ്ണാറശാലയിൽ പോയിടേണം. മന്ദാരക്കാറ്റിലലിഞ്ഞിടേണം. നാഗരാജാവിനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ജനിമൃതികളിലൂടെ കടന്നുവരുന്ന പാപമോക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും. പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആകാശഗംഗയിൽ 7 ഗ്രഹങ്ങളും 18 ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്രമണ്ഡലമുണ്ട്. ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയപ്പെടുന്നത്. സാധാരണ നാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ ഫണങ്ങളുള്ള വലിയ നാഗങ്ങളാണ് ഈ സർപ്പലോകത്തിൽ വസിക്കുന്നത്. സർപ്പലോകത്തിൽ 5 ഫണങ്ങളുള്ള സ്വർണ്ണ നിറമുള്ള നാഗമാണ് നാഗലോകത്തിന്റെ അധിപൻ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അറിവിന്റെ ലോകത്തിൽ ദുർബലനായിരുന്ന കാലത്ത് ബുദ്ധിയിലും അറിവിലും മുന്നിലായിരുന്ന നാഗലോകവുമായി മനുഷ്യകുലം നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്നു. അങ്ങനെ മനുഷ്യകുലത്തിന് വിദ്യകൾ അഭ്യസിക്കാനും നിരവധി അറിവുകൾ പകർന്നു നൽകുവാനുമായി നാഗദൈവങ്ങൾ ഭൂമിയിൽ ദീർഘകാലം വസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അനുഗ്രഹമായി നിലവറയ്ക്കുള്ളിലെ നാഗദൈവം മണ്ണാറശാലയിൽ പോയിടേണം. മന്ദാരക്കാറ്റിലലി. നാഗരാജാവ് പ്രിയ പത്നിമാരായ സർപ്പയക്ഷിയമ്മ, നാഗയക്ഷിയമ്മ, സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ഡി എന്നിവരോടൊപ്പം ആർത്തത്രാണപരായണനായി ത്രിമൂർത്തിഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. കവുങ്ങിൻ പൂക്കുല ചാർത്തിയൊരുങ്ങിയ നാഗയക്ഷിയമ്മേ മിഴി തുറക്കൂ. നാഗരാജാവിന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തന്റെ ശിഷ്യനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു. ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരിങ്ങാടിപ്പള്ളി ഇല്ലം. യുഗങ്ങൾ കടന്നു പോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിന് മുന്നിൽ പൂജാതി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ, ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത്. അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു. ആ കാലത്ത് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവവനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു. മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവവനം ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു. തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവവനം അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ കാണ്ഡവദഹനം നടത്തുന്നു. അഗ്നി പടർന്ന കാണ്ഡവവനത്തിൽ നിന്നും ധാരാളം നാഗങ്ങൾ പ്രാണരക്ഷാർത്ഥം 4 പാടും ചിതറിയോടി. ചിതറിയോടിയ നാഗങ്ങൾക്ക് മണ്ണാറി തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാലയെന്നും ചരിത്രമുണ്ട്. അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറി തണുപ്പിച്ച സ്ഥലം മണ്ണാറശാല എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി. മോദമോടെ മടങ്ങുന്ന ശക്തി
അതിവിസ്മയം നാഗരിടം തേടി വന്നിടും ജന്മം. ശ്രീ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ മണ്ണ് നനച്ച് തന്റെ ഇഷ്ടനാഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ട നാഗരാജൻ അനുഗ്രഹാശിസ്സുകളോടെ പരിവാര സമേതനായി ശ്രീ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്കു മുന്നിൽ പ്രത്യക്ഷനായി. ആ കൃപാകടാക്ഷത്തിൽ അഗ്നി നിശേഷമണയുകയും ചെയ്യുന്നു. കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായി അവതരിക്കുമെന്ന വരവും നൽകുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി 2 ശിശുക്കൾക്ക് ജന്മം നൽകുന്നു. അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും മറ്റൊന്ന് സർപ്പശിശുവുമായിരുന്നു. മണ്ണാറശാലയിൽ പോയിടേണം. ജ്യേഷ്ഠനായ സർപ്പശിശുവിനെയും മനുഷ്യനായ ഇളയ കുട്ടിയെയും സന്താന സൗഭാഗ്യം കിട്ടിയ ദമ്പതികൾ ഓമനിച്ചു വളർത്തി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമിയായി ജീവിതം നയിക്കുന്നു. അങ്ങനെ നാഗദേവം മനുഷ്യ സ്ത്രീയിൽ ജന്മമെടുക്കുകയും സമാധിവേളയിൽ അമ്മയ്ക്ക് നൽകിയ വരവുമാണ് ഭാരതത്തിലെ മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മണ്ണാറശാലയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ഉള്ളാറിടാൻ പുള്ളോർ പാട്ടു വേണം. അന്നു മുതലാണ് മണ്ണാറശാല അമ്മ എന്ന സങ്കല്പമുണ്ടാകുന്നതും. അന്നു മുതൽ ഇന്നുവരെയുള്ള എല്ലാ തലമുറയിൽ നിന്നും ഒരു സ്ത്രീ ദൈവനിയോഗം പോലെ മണ്ണാറശാല അമ്മയാകുന്നു. ഇന്നും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്തർജനമാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത്. എല്ലാ വർഷവും അമ്മയ്ക്ക് മാത്രമാണ് നിലവറയിൽ പൂജ നടത്തുവാനുള്ള പരമാധികാരം. മണ്ണാറശാലയുടെ കാവിനുള്ളിലായി കാവിന്റെ സംരക്ഷകനായി ശ്രീ ധർമ്മശാസ്താവിനെ കുടിയിരുത്തിയിട്ടുണ്ട്. ശാസ്താവിനെ തൊഴുതുകഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമുറ്റത്തേക്ക് നടക്കാം. ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി അതിപുരാതനമായ ഒരു കുളം കാണാം. മണ്ണാറശാലയിലെ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നതാണ് വിശ്വാസം. വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാറശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത്. ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും പുറ്റും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു. സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുവെന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. ഉരുളി കമഴ്ത്തി 1 വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു. നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു. നാഗകുടുംബത്തിനു മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. 100,000 ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദത്താൽ തുടിച്ചു. മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നാഗചൈതന്യം നിറയുമ്പോൾ നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി. പുത്തൻ ആശയങ്ങളും ചിന്തകളും നമ്മെ ഒരു പട്ടം കണക്കെ ആകാശത്തിലേക്ക് ഉയർത്തുമ്പോഴും പാരമ്പര്യത്തിന്റെ ചരട് പൊട്ടാതിരിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു. നന്ദി.